ചോപ്പ് കണ്ണുള്ള കേട്ടോ വേണ്ടത്. എന്നോണ്ട് വാങ്ങണം പറയുന്നത് വേണ്ട. അപ്പൊ ഞങ്ങള് സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇങ്ങനത്തെ മൊയിലങ്ങൾ പറയുന്ന വീക്കാത്ത ചോപ്പ് കണ്ണുള്ളല്ലേ? ചോപ്പ് കണ്ണുള്ള വേണമെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ അരീക്കോട് നിന്ന് വന്ന ടൈമിൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവമൊക്കെ വാങ്ങിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാടൻ വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് താളിപ്പിൻ്റെ ഭയങ്കര ചോറ്, പടവലങ്ങക്കറി താളിപ്പാണ് കേട്ടോ. ചിലയിടത്ത് വേറെ എന്തൊക്കെ പേര് അറിയില്ലമ്മ. മീൻ വറ്റിച്ചത്, മീൻ പൊരിച്ചത്, ചെറുപയറ് രാവിലെ അങ്ങനത്തെ സാധനം കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ലഡുവൊന്നുമില്ല, ഇത് സോഫ്റ്റ് പരിപ്പടി, ഉള്ളിവടയും പഴംപൊടിയും ഉണ്ട്. പഴംപൊടി വെച്ചു നല്ല ഉള്ളിവടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നിപ്പോൾ ചോറിനിട്ട് ചൂടാറിയ രസം ഉണ്ടാവില്ല. നല്ല അരീക്കോട് നിന്ന് വാങ്ങിച്ചതാണ്. KPMന്റെ താഴെയുള്ളതാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. പരിപ്പോടായാലും എങ്ങനെയുണ്ടമ്മ? നല്ല അടിപൊളിയാണ്, ചൂടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് നാടൻ വിഭവങ്ങളാണ്. താളിപ്പ്, അതുപോലെ തന്നെ മീൻ വറുത്തതും അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനും ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉള്ള ടൈമിൽ നമ്മളെല്ലാവരും ഫുഡ് ഒരുമിച്ചാണ് കഴിക്കുന്നത്. നൈറ്റിൽ പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ ഉച്ച ടൈമിലാവുമ്പോൾ ഇക്ക പുറത്ത് ഷോപ്പിൽ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങനെയല്ലേ. അല്ല, നിങ്ങൾ തിന്നണ ചോറിനിട്ട് പിന്നീടും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പം എന്തായാലും വെളുത്തുള്ളി അച്ചാറ് അടുത്തോ രസം എടുത്തോ. അന്ന് രാത്രിയൊക്കെ ഉണ്ട്. പേരില്ലെന്ന് ചെറുപയറുണ്ടായിരുന്നു. കഴിഞ്ഞോ? റൈമാൻ കൊണ്ടുപോയി പേര് രാവിലെ ഉണ്ടല്ലേ അമ്മ ഉണ്ടാക്കാന്നാവാ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ്. പപ്പ വരും, ഇപ്പോൾ നിസ്കരിക്കുകയാണ് അല്ലേ? ഉമ്മ നല്ല തട്ടലിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ ഇട്ടതിൻ്റെ പാർട്ട് 2 ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ പോയത് മൂത്തമ്മയുടെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളും ഉമ്മാനെ ഞാൻ കാർണിവലിന് കൊണ്ടുപോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങളെ ചെറിയ എൻജോയ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പം നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഉമ്മാക്ക് ചോപ്പ് കണ്ണുള്ള കേട്ടോ വേണ്ടത്. എന്നോണ്ട് വാങ്ങണം പറയുന്നത് വേണ്ട. അപ്പം ഞങ്ങൾ സൽക്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്നത് എൻ്റെ മൂത്തമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. മയിലുണ്ട്, പിന്നെ ആ ഭാഗത്ത് കുറേ കോഴിക്കളൊക്കെ ഉണ്ട്. അല്ലമ്മ, ഇന്നത്തെ സൽക്കാരം എങ്ങനെ ഉണ്ടായിനി? അടിപൊളിയല്ലേ? അത് എന്ത് മറ്റേ സദ്യ എത്ര കൂട്ടാണ്ട്? അത് ഫുള്ളുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇപ്പാക്ക് എന്തായാലും നല്ല അടിപൊളിയായി ഉണ്ടാവും. റൈക്കാക്ക് വരാത്ത ഭയങ്കര നഷ്ടല്ലേ? അതിന് ഇഷ്ടപ്പെട്ട് കൊടുത്തേക്ക എന്റെ അസുത തരുന്നേ വാങ്ങിക്കോ. അത് കുട്ടികളുണ്ടായതമ്മ, പുതിയതാണ്, കുഞ്ഞു കുട്ടികൾ. ഇത് ചോപ്പ് കണ്ണില്ലേ മതി അമ്മക്ക്. ഇങ്ങ കിട്ടി തോലായിട്ടില്ല, ചെവിയല്ല ചെവിയ. ഈ കോയിന്റെ വലിപ്പം നോക്കിയമ്മ, ഈ കോയിന്റെ വലിപ്പം വലിയ കോയിക്കളില്ലേ? എന്റെ അസുകുട്ടിതാ ഫുഡ് കൊടുക്ക. ഫുള്ള് വിരിയോ? അതിന് ഈ വെള്ളം ഉണ്ടാവരുത്. ഏത് 21 ദിവസം വെക്കേ ഫുള്ള് വിരി മൂത്തേ? എന്നിട്ട് ഈ വിരിച്ചിട്ട് എന്താ കാട്ടിയത് കുട്ടീനെ? ഫുള്ള് നീച്ചെടുക്കുമ്പോത്തിന് വെള്ളം ഇങ്ങനെ ഉണ്ടാവരുത്. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കാതെ ഇതില് ഫുള്ള് വെള്ളം എപ്പോഴും ഒഴിച്ചു കൊടുക്കേ? സാധാ വെള്ളം. ഇപ്പൊ ചൂടായതുകൊണ്ട് വേഗം വെള്ളം വെക്കും. പോയി വിരിണ ടൈം തന്നെ മതി. ഒക്കെ വിരി. അതിന് ഇടക്കിടക്ക് ഓരോ ദിവസം
ഈ കോഴിമുട്ട ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു ഭാഗത്തേക്ക് തന്നെ ആവാതല്ലേ, അങ്ങനെ ഒന്ന് ഇളക്കി. ഇത് ഇളകും, പ്ലഗിൽ കുത്തിയാ മതി. ഇത് സദാ പ്ലഗിൽ. എത്ര പേര്? 5. ഒന്ന് പൊന്തിച്ച ഐഡിയ നമുക്കൊന്ന് വാങ്ങല്ലോ. നമുക്ക് വാങ്ങണം. അതിന് കുട്ടികളെ ഉണ്ടായിട്ട് നെറ്റ് അതിനൊക്കെ റൈ ഉഷാറായിക്കാരം വേണമെങ്കിൽ. അതിനൊക്കെ അപ്പൊ ഇതാണ് മെഷീൻ. ഇതിലിങ്ങനെ ഇടക്ക് വെള്ളം വേണമെന്നാ പറഞ്ഞത്. പിന്നെ കോഴിമുട്ട ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്താലേ മതി. നമ്മളെ കോഴി നിൽക്കുന്ന ടൈം തന്നെ മതി എന്ന് മൂത്ത പറഞ്ഞിട്ടുള്ളത്. കണ്ടില്ലേ കോഴിമുട്ട ഉണ്ടല്ലേ? നമുക്ക് ഇങ്ങനത്തെ വാങ്ങണോ? അമ്മക്ക് ഇത് കണ്ടപ്പോ ഭയങ്കര വാങ്ങാനൊരു ആഗ്രഹം കേട്ടോ. എങ്ങനെയെന്ന് അറിയില്ലല്ലോ. അതൊക്കെ മൂത്ത പറഞ്ഞോളൂ. അത് സാധാ തീറ്റന്നമ്മ. മൂത്തനോട് ഇതമ്മക്കൊണ്ടാ മൂത്ത അത് മൂത്തപ്പ തരൂല. അത് വേറെ നമുക്ക് വാങ്ങത്ര 4 സംതിങ് 5ന്റെ അടുത്താ പറഞ്ഞത്. പക്ഷെ നല്ലൊരു ഉപകാരമുള്ള സംഭവല്ലേ മൂത്ത. ഇതില് ആക്കിയിട്ട് എന്താ വിരിയിച്ചിട്ട് കാര്യമല്ല, കുട്ടികളെ നോക്കണേ. അതല്ല മൂത്ത വിരിച്ചിട്ട് കുട്ടികളെ വിൽക്കാണ്. കുട്ടികളെ അല്ലല്ല, ആയിട്ട് നാടൻ കോഴികൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കലാണ്. അപ്പൊ നമ്മളെ നാട്ടിലുള്ള കാർണിവല് കാണാൻ വേണ്ടിട്ട് പോവാണല്ലേ അമ്മ. അപ്പൊ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ അല്ലേ അമ്മ. ഇതെന്താ മോയില് ഞെട്ടി തത്തന്റെ അതിലെ ഇങ്ങനത്തെ മൊയിലങ്ങൾ പറയുന്ന പീക്കാത്ത ചുവപ്പ് കണ്ണുള്ളല്ലേ? ചുവപ്പ് കണ്ണുള്ള വെള്ള ഒരു ഭംഗിയാ കൂട്ടിട്ട. അനക്ക് ഇതിന് വേണോ അസുഖ? ഏത് പക്ഷിനെ വേണോ? ചോക്ലേറ്റ് തിന്നൂല, ഈ കഴിക്കൂല. ഇത് വേണോ? എല്ലാരും പുളിമുട്ടായി കഴിക്കും. ഇതാണോ? ഇതിനെത്രയാ? അപ്പൊ ഭയങ്കര ഉറപ്പാ. നാൾ എത്ര? മസാല ചിപ്സ് പോലെ കഴിക്കാം കുട്ടികൾക്ക്. പോലെ വലുതായി വീഴ്ചാണ്. അപ്പം നമ്മൾ നാട്ടിൽ കുറേ ദിവസമായി ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഏകദേശം കഴിയാൻ ടൈമിലാണ് പോകുന്നത്. ഹസൂന് ഏതെങ്കിലും റൈഡിലൊക്കെ കയറ്റാൽ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. 5 മണി ടു നൈറ്റ് 9 മണി 10 മണി വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ തെരട്ടമ്മൽ ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനെയും ഹസും ഞാനോട് ഈ ഒരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ഹസൂന് ഓൻ എല്ലാത്തിലും കയറണം എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വലിയവർക്കും കയറാൻ പറ്റിയിട്ടുള്ള റൈഡാണ്. ചാത്രിക്കോട്ട പിന്നെ എനിക്കും ഉമ്മാക്കൊന്നും എന്തായാലും പറ്റില്ല. എനിക്ക് പെട്ടെന്ന് തല ഇറങ്ങിപ്പോവും. അപ്പോൾ ഇത് പിന്നെ അത്ര പ്രശ്നമില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിലാണ് കയറുന്നത്. കയറിയപ്പോൾ എന്തായാലും ഉമ്മാക്കും എനിക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാത്തിലും ഫുള്ളാണ്. അപ്പം ഞാൻ വേറൊരാളെടുത്താണ് ഇരുന്നിട്ടുള്ളത്. ഉമ്മയും ഹസും ബാക്കത്തെ സീറ്റിലാണ് കേട്ടോ. റൈഡിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ഏകദേശം
ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കണ്ടിട്ടോ. കുറേ ആൾക്കാർ നമ്മളോട് സംസാരിച്ചു, ഉമ്മാനോടൊക്കെ സംസാരിച്ചു. ഉമ്മാനെ വീഡിയോയിൽ കാണാണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും. അപ്പോൾ ഇന്ന് രാവിലെ സൽക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ ചെറിയ ചക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ അരിയാണ് കേട്ടോ. തൂമ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയതുമില്ല, എന്നാൽ അതുമെന്ന് പ്രായം വിട്ടൊരു ചക്കയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നൈറ്റത്തെ വിഭവം എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്താ ബ്രെഡിന് ആ ഗോതമ്പ് കഞ്ഞി പറ്റുമെങ്കിൽ കൊടുക്കാമല്ല. അപ്പം എന്താ ഇന്ന് ചപ്പാത്തിന് പോകാനായിട്ട് കഞ്ഞി രാവിലെ വെച്ചില്ലമ്മ, കഞ്ഞി ഇന്ന് രാവിലെ കഞ്ഞി വെച്ചില്ല, കുട്ടികൾക്ക് സ്കൂളിലുണ്ട്. അല്ല നിങ്ങൾ നല്ല നേരത്തെ ചാക്കരി കഞ്ഞി അതല്ലേ ആണ്. ബ്രെഡോ ഒരാഴ്ച ചോറുണ്ടല്ലോ, അതിൽ ഒരൊറ്റ കുഞ്ഞിക്കയിൽ ചോറ് കൊടുത്തു നോക്കുന്നത്. കഴിച്ചത് തന്നെ ചോറ് രാത്രി ഇവിടെ എന്തായാലും പറ്റൂല, കുടുങ്ങിയാ കഴിക്കല്ലാതെ. ലൈറ്റിങ്ങിൽ എന്താ പറയാ, ലൈറ്റിംഗ് അല്ല ഡയറ്റിങ്ങിലാണ്. പിന്നെ ജ്യൂസ് വേണമെങ്കിൽ നാല് ഗ്ലാസ് കുടിച്ചൊന്നും വരും. മുക്കാത്തതല്ലേ ഇതൊന്നും വിട്ട് നമ്മളെ മാമാത്താനൊക്കെ ഈ പറ്റ ഇതുമൊന്നും വിട്ടേന്. പിന്നെ ഒരു ദിവസത്തിലെ ഇതൊക്കെ നല്ല അപ്പോഴക്കപ്പളാണ്. അതൊക്കെ തേങ്ങ ആക്കില്ല, തേങ്ങ ആക്കാൻ മൂപ്പല്ല, തൂമിക്ക് ഉള്ളി ചീരുള്ളി എല്ലാം കറിവേപ്പില പോയി. എനിക്കും ഉപ്പാക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയിൽ നല്ല തേങ്ങ ഇട്ട് ഉമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് ഇത് ചോറ് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മളത് നല്ല ഉടച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ വേവിച്ചിട്ട് ഉപ്പും തൊട്ട് വേവിച്ചതാണ് ഉമ്മ. അതിന് ശേഷം അത് കടുകൊക്കെ ഇട്ടിട്ട് വറവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നൈറ്റത്തെ ഫുഡ്. ഒരു നാടൻ വിഭവമാണ്, കഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇതുപോലത്തെ ടൂൾസൊക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് വീട്ടുജോലിയൊക്കെ പെട്ടെന്ന് കഴിയാട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് കിച്ചൺ ടൂൾസ് ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് തോന്നുന്നതൊക്കെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടാറ്റോ ഉടക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഷീനാണ്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഷോപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങുക. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് വറവിടാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ടിട്ട്, പക്ഷേ വറ്റൽമുളകില്ല, അത് വേണ്ടിയിരുന്നു, അപ്പോഴാണ് ഒരിത്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ നൈറ്റിലല്ലേ, നമ്മളല്ലേ ഉള്ളൂ, വേറെ ആർക്കും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് തൂമ്പിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി ഒരുപാട് വെറൈറ്റി നാടൻ വിഭവങ്ങളൊക്കെ നെക്സ്റ്റ് ഓരോ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ചക്കര നല്ല ഉടച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ജസ്റ്റ് തൂമ്പിച്ചെടുത്തതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ചക്കയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ചെറിയ ചക്കയൊക്കെ ഇപ്പോൾ വലിയതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചക്കൻ്റെതും കഞ്ഞിയൊക്കെയാണ് ഇന്നത്തെ നൈറ്റിലെ വിഭവം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോയിൽ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ.